സംസ്ഥാനത്ത് യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായ സൗജന്യ യാത്ര KSRTC ബസ്സുകളിൽ ഏർപ്പെടുത്തുന്ന തീരുമാനം ഇന്ന് ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. തിരുവനന്തപുരത്ത് ബഹുമാന്യായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോണിന്റെ അധ്യക്ഷതയിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ ഇന്ന് ഇതേ സമയത്ത് തന്നെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അവരുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നതോടുകൂടി എല്ലാ കേന്ദ്രങ്ങളിലും സൗജന്യ ടിക്കറ്റ് വിതരണവും നമ്മൾ ആരംഭിക്കും. ഇത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യം നടപ്പിലാക്കപ്പെടുന്ന ഒരു പദ്ധതി കൂടിയാണ്. സ്ത്രീ ശാക്തീകരണം ഉറക്കെ പറയുകയും പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുകയാണ് UDF സർക്കാർ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC ബസ്സുകളിൽ ഏർപ്പെടുത്തുമ്പോൾ അതിന് മറ്റ് പരിധികൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്രയാണ്. ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഓർഡിനറി ബസ്സുകളിൽ ഈ യാത്ര ഏർപ്പാടാക്കുന്നത്. 7 തരം സർവീസുകളിൽ ഓർഡിനറി ബസ്സുകളിൽ, ടൗൺ ടു ടൗൺ പെർമിറ്റുകളിൽ, അതോടൊപ്പം തന്നെ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പിൽ, ടയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പിൽ ഉൾപ്പെടെ 7 തരം KSRTC സർവീസുകളിൽ, ഓർഡിനറി ബസിന്റെ സർവീസുകളിൽ ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ലഭ്യമാക്കുമെന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ സാമ്പത്തിക ഭാരം KSRTCയുടെ തലയിൽ കെട്ടിവെക്കുകയല്ല, മറിച്ച് ഇതിന്റെ സാമ്പത്തിക ഭാരം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. ആ സാമ്പത്തികം മറ്റു പല രീതിയിലുള്ള നമ്മുടെ സംസ്ഥാനത്തിനകത്ത് മുടങ്ങിക്കിടക്കുന്ന നികുതി പണം പിരിച്ചെടുക്കുന്ന അടക്കമുള്ള ഒട്ടനവധിയായ സാമ്പത്തിക പരിപാടികളിലൂടെ കണ്ടെത്തി സംസ്ഥാനത്തിനകത്ത് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആദ്യഘട്ടത്തിലെ പ്രഖ്യാപനമാണ് ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്നത്. ഘട്ടം ഘട്ടമായി ഈ പദ്ധതിയെ പറ്റി പഠിക്കുകയും പരിശോധിക്കുകയും മറ്റ് സർവീസുകളിലേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തിനകത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കേരളത്തിനകത്ത് UDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ പദ്ധതി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഈ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കുകൾ ഓരോന്നോരോന്നായി പാലിക്കപ്പെടുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ്. നമ്മുടെ KSRTCയെ സംബന്ധിച്ച് ഒട്ടനവധിയായ ആക്ഷേപങ്ങൾ നിൽക്കുന്നത് KSRTC എന്ന വലിയ നഷ്ടത്തിലാണ് എന്നുള്ളതാണ്. ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട്. KSRTCയെ ഇതോടുകൂടി തകർന്നു തരിപ്പണമാകും, KSRTCയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതടക്കമുള്ള പല ആക്ഷേപങ്ങളുമുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാമ്പത്തിക ഭാരം KSRTCയുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് സാമ്പത്തിക ഭാരം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപയാണ് ഇതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെക്കപ്പെടേണ്ടതായി വരുന്നത്. പക്ഷെ എങ്കിൽ പോലും അത് ഗവൺമെന്റിനെ സംബന്ധിച്ചൊരു നഷ്ടമല്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ തീരുമാനം. കാരണം അത് വനിതകൾക്ക് നൽകുന്ന ഒരു പരിഗണനയുടെ കൂടി ഭാഗമായിട്ടാണ്. ആ പരിഗണന കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് നൽകുന്ന, സ്ത്രീ സമൂഹത്തോട് സർക്കാർ കാണിക്കുന്ന ഒരു ബഹുമാനത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്. അത്തരത്തിൽ ഇന്ന് ആരംഭിക്കുന്ന ഈ സൗജന്യ യാത്രയുടെ കൊടുങ്ങല്ലൂർ ഡിപ്പോയിലെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുന്നതായി അറിയിക്കുകയാണ്. എല്ലാ വനിതകൾക്കും KSRTCയിലെ സൗജന്യ യാത്രയിലേക്ക് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സ്ത്രീകൾ മാത്രം, എല്ലാ സ്ത്രീകളും